ഓപ്പറേഷൻ സിന്ദൂർ താൽക്കാലികമായി മാത്രമാണ് നിർത്തിവെച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇനിയും പ്രകോപനവുമായി വന്നാൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് അതിശക്തമായ ആക്രമണം നടത്തും. പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ ഭീകരതയുടെ യൂണിവേഴ്സിറ്റികളാണെന്നും ഇനിയും ഇടനിലക്കാരുമായി മധ്യസ്ഥരുമായി പാകിസ്ഥാനുമായി ചർച്ചയ്ക്കാരും വരേണ്ടതില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂർ എന്നത് കേവലം ഒരു സൈനിക ഓപ്പറേഷൻ അല്ല, മറിച്ച് പഹൽഗാമിൽ അമ്മമാരുടെയും സഹോദരിമാരുടെയും സിന്ദൂരം മായ്ച്ച പാകിസ്ഥാനിലെ കൊടും ഭീകരർക്കുള്ള ഇന്ത്യയുടെ പ്രതികാരമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യയുടെ സേനാ വിഭാഗങ്ങൾ നടത്തിയത് ധീരമായ ആക്രമണമാണ്. പാകിസ്ഥാനിലെ ഭീകരത ഉൽപ്പാദിപ്പിക്കുന്ന നിരവധി കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യൻ സേനയ്ക്കായി. 100-ലധികം കൊടും ഭീകരന്മാരെ ഈ ആക്രമണത്തിലൂടെ ഇന്ത്യ വധിച്ചുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നീതി നടപ്പാക്കിയതിന്റെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ. പാകിസ്ഥാനിലെ കൊടും ഭീകരന്മാർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരിക്കില്ല ഇത്രയും വലിയൊരു ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന്. പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും കൊണ്ട് ഇന്ത്യയെ തിരിച്ചാക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യയുടെ പേരുകേട്ട പുകൾപെറ്റ വ്യോമ പ്രതിരോധ സംവിധാനം അതിനെയൊക്കെ നിഷ്പ്രഭമാക്കിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ഒരു ചുവടുവയ്പ്പാണ്. പാകിസ്ഥാന് ഇന്ത്യ നൽകുന്ന അവസാനത്തെ താക്കീതാണ്. ഇനിയും ഭീകരതയും ചർച്ചയുമായി ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. പാകിസ്ഥാനുമായി 2 വിഷയങ്ങളിൽ മാത്രമേ ഇന്ത്യക്ക് ചർച്ചയുള്ളൂ. ഒന്ന് പാകിസ്ഥാനിലെ ഈ ഭീകരതയെക്കുറിച്ച്, മറ്റൊന്ന് പാക് അധീന കാശ്മീരിനെ കുറിച്ച്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രസംഗത്തിൽ POK എടുത്തു പറഞ്ഞിരിക്കുന്നു. അതായത് ഇന്ത്യ ചർച്ച ചെയ്യാൻ പാകിസ്ഥാനുമായി ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാക് അധീന കാശ്മീരാണ്. പാക് അധീന കാശ്മീരിന്റെ മോചനവും പാക് അധീന കാശ്മീരിനെ ഇന്ത്യയോടൊപ്പം ചേർക്കുക എന്നതുമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്കയ്ക്ക് പോലുമുള്ള ഒരു താക്കീതാണിത്. കാരണം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ചർച്ചകൾക്ക് മുൻകൈയെടുക്കാൻ അമേരിക്ക തയ്യാറാണെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ആ മാർക്കോ റൂബിയോയ്ക്ക് പരോക്ഷമായി മറുപടി പറയുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാകിസ്ഥാനുമായി മറ്റൊരു വിഷയത്തിലും ചർച്ചയ്ക്ക് ഇന്ത്യക്ക് താല്പര്യമില്ല. പാകിസ്ഥാനുമായി 2 വിഷയത്തിൽ മാത്രമേ ചർച്ചയ്ക്ക് താല്പര്യമുള്ളൂ. അതൊന്ന് പാകിസ്ഥാനുള്ളിലെ ഭീകരവാദം, മറ്റൊന്ന് പാക് അധീന കാശ്മീർ. ഈ 2 വിഷയങ്ങളിലും ഇന്ത്യക്ക് ഇന്ത്യയുടേതായ നിലപാടുണ്ട്. ആ നിലപാട് ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. മറ്റൊരു പ്രധാന കാര്യം, മെയ് മാസം 10-ാം തീയതി പുലർച്ചെ മുതൽ ഇന്ത്യ നടത്തിയ ആക്രമണം, പാകിസ്ഥാനിലെ 12 എയർ ബേസുകളാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത്. ആ എയർ ബേസുകളിലെ ആക്രമണം പാകിസ്ഥാനെ അമ്പരപ്പിച്ചു. ഇതോടുകൂടി തന്നെ പരിഭ്രാന്തരായ പാകിസ്ഥാൻ ഇന്ത്യയുടെ പാകിസ്ഥാന്റെ DGMO വിളിച്ചു. വൈകുന്നേരം 3:30 ഇന്ത്യയോട് വെടിനിർത്തലിന് അഭ്യർത്ഥിച്ചു. തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള പ്രകോപനം ഉണ്ടാകില്ല എന്ന് ഇന്ത്യയോട് പറഞ്ഞു. അങ്ങനെ പാകിസ്ഥാൻ താണു കേണപ്പോൾ മാത്രമാണ് ഇന്ത്യ വെടിനിർത്തലിന് തയ്യാറായതെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിളിച്ചു പറയുന്നു. ഈ വെടിനിർത്തൽ കരാറിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ നേരത്തെ ഡൊണാൾഡ് ട്രംപിന്റെ മത്സരമുണ്ടായിരുന്നു. അമേരിക്കയുടെ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ വെടിനിർത്തൽ കരാറിലേക്ക് ഏർപ്പെട്ടത് എന്ന ധ്വനിയിൽ തന്നെയാണ് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് സംസാരിച്ചത്. എന്നാൽ ഇതിനെയൊക്കെ തള്ളിക്കളയുന്നതാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നിൽ കൈകൂപ്പി കേണപ്പോൾ ഇന്ത്യ വെടിനിർത്തലിന് സമ്മതിക്കുകയായിരുന്നു. അതേസമയം ഏറ്റവും നിർണായകമായ മറ്റൊരു പോയിന്റാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂർ പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂർ താൽക്കാലികമായി നിർത്തിവെക്കുന്നു. പാകിസ്ഥാന്റെ ഓരോ നീക്കവും ഇന്ത്യ സസൂക്ഷ്മം വീക്ഷിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അതേ സെക്കൻഡിൽ ഇന്ത്യ തിരിച്ചടിക്കും. പാകിസ്ഥാൻ ഒരു ഘട്ടത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി പരക്കം പാഞ്ഞു. പാകിസ്ഥാൻ ഇന്ത്യയുടെ അടുത്ത് താണു കേണു കെഞ്ചി. അങ്ങനെ ഇന്ത്യ പാകിസ്ഥാന് കൊടുത്ത ഒരു അവസരമാണ്
ഈ പറയുന്ന വെടിനിർത്തൽ എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വളരെ നിർണായകമായിട്ടുള്ള പല പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രതികരണത്തിൽ പ്രസംഗത്തിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ഒന്നുകൂടി നമുക്ക് പറയാം. ഒന്ന്, പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണം. പാകിസ്ഥാൻ ഭീകരതയുടെ യൂണിവേഴ്സിറ്റി, പാകിസ്ഥാനിലെ ബഹവൽപൂർ അടക്കമുള്ള മേഖലകൾ ഇന്ത്യ ആക്രമിച്ച് നശിപ്പിച്ചു. പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ഫൈറ്റർ ജെറ്റുകൾ, ആയുധ കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇന്ത്യ തകർത്തു. പ്രതികാരമായി പാകിസ്ഥാൻ നിരപരാധികളായിട്ടുള്ള ആളുകൾക്ക് നേരെയാണ് പ്രതികരണം നടത്തിയത്. പാകിസ്ഥാനിലെ ഭീകരന്മാർക്കെതിരെയായിരുന്നു ഇന്ത്യയുടെ ആക്രമണം. എന്നാൽ പാകിസ്ഥാൻ സേന അനാവശ്യമായി ഭീകരന്മാർക്ക് വേണ്ടി ഇന്ത്യയുടെ ഏറ്റുമുട്ടാൻ വന്നു. അപ്പോഴാണ് സൈന്യത്തിന് നേരെ ഇന്ത്യക്ക് ആക്രമണം നടത്തേണ്ടി വന്നത്. ഈ ഓപ്പറേഷൻ സിന്ദൂർ കേവലം ഒരു സൈനിക നടപടിയല്ല. പഹൽഗാമിൽ സിന്ദൂരം മാഞ്ഞ സ്ത്രീകൾക്കും അമ്മമാർക്കും പെങ്ങന്മാർക്കുമുള്ള ഒരു 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 വികാരമാണ്, അവരുടെ വികാരമാണ്. അവർക്ക് നേരിട്ട ആ വേദനയ്ക്കുള്ള ഒരു പ്രതികാരമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞു വയ്ക്കുന്നു. അമേരിക്ക പാകിസ്ഥാനുമായി ചർച്ചകൾക്കില്ല. പാകിസ്ഥാനുമായി ചർച്ചകൾ ഭീകരവാദത്തിലും POKയിലും മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. സൈന്യത്തിന് അദ്ദേഹം നന്ദി പറയുന്നു. സാധാരണ ജനതയോട് പാകിസ്ഥാൻ ക്രൂരത കാണിച്ചു. എന്നാൽ ഇന്ത്യയുടെ സുസജ്ജമായ സൈന്യം പാകിസ്ഥാന്റെ എല്ലാ ആക്രമണങ്ങളെയും തകർത്തു തരിപ്പണമാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി സൈന്യത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഇപ്പോൾ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചിരിക്കുന്നത്.